ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. അതായത് കായത്തൊലി പയറും. നേന്ത്രക്കായയുടെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ അതൊരു പുഴുക്കെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെഴുക്ക് പുരട്ടി എന്ന് പറയാൻ പറ്റില്ല, തോരനും പറയാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും എനിക്കറിയാം. കാരണം കായത്തൊലിയും പയറും നമ്മൾ എന്താ കഴിക്കാറുണ്ടായിരുന്നു പണ്ടൊക്കെ? കല്യാണത്തലേന്ന് അല്ലേ? കാരണം കല്യാണത്തിന് നമ്മൾ ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ട് കായത്തൊലി റിമൂവ് ചെയ്യും. അതെടുത്തിട്ടാണ് രാത്രി തലേദിവസത്തെ സദ്യയ്ക്ക് വേണ്ടി ഒരുക്കാറുള്ളത്. സാമ്പാറും കായത്തൊലിയും പയറുമാണ് മെയിനായിട്ടുള്ള മിക്ക വീടുകളിലെ ഐറ്റംസ്. ഇപ്പോഴത്തെ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാനിപ്പോൾ ഒരുപാട് നാളുകളായി കല്യാണത്തലേന്നൊക്കെ പോയിട്ട്. ഇപ്പോൾ ബിരിയാണി വല്ല ഫ്രൈഡ് റൈസൊക്കെ ആയിരിക്കാം, അറിയില്ല. പക്ഷേ പണ്ടത്തെ ഓർമ്മകളാണത്. അപ്പോൾ ഒരു കല്യാണ വീടും ആൾക്കാരും കൂട്ടൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾക്കും ഓർമ്മകളിലോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് കായത്തൊലിയും പയറും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കായത്തൊലിയും പയറും തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കായാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഉപ്പേരിയൊക്കെ വറക്കുന്ന സമയത്ത് കായയുടെ തൊലി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സദ്യ, നമ്മുടെ അടുത്ത ബന്ധുക്കളെയും അതുപോലെ തന്നെ നൈബേഴ്സിനെയൊക്കെ ക്ഷണിക്കില്ലേ? അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ രാത്രിയിലത്തെ ചോറിൻ്റെ കൂടെ എന്തായാലും ഉണ്ടാവുന്ന ഒരു കറിയാണ് കായത്തൊലിയും പയറും കോമ്പിനേഷൻ. 3 കായയുടെ തൊലി നമുക്ക് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ കായ തൊലിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കായ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് കായ ഞാൻ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് വയ്ക്കും, അല്ലെങ്കിൽ കളറ് മാറും കായയുടെ. രാത്രി കഞ്ഞിയുടെ കൂടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്, അതായത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യണം? ഈ കായയുടെ തൊലി നമുക്ക് കായത്തൊലിയും പയറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യാം. ചിലപ്പോൾ കായയുടെ തൊലി റിമൂവ് ചെയ്തുമ്പോൾ ശരിക്കും ഇത് വരാറില്ല, കുറേ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റും അതുപോലെ റിമൂവ് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും, കാരണം അരിയാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ എല്ലാ ഡിവിഷൻസ് വരുന്നില്ലേ, ആ ഡിവിഷൻസിൽ കൂടെ നമുക്കൊരു വര താഴോട്ട് വരഞ്ഞു കൊടുക്കാം. നല്ല വിളഞ്ഞ പച്ചക്കായാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കായയുടെ പോർഷനും കൂടി ഇതിൽ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കായയുടെ തൊലി അങ്ങ് റിമൂവ് ചെയ്തെടുക്കുക. ചിലവരൊക്കെ കായയുടെ തൊലി റിമൂവ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഉടുപ്പ് പോലെ അങ്ങ് ഊരി അങ്ങ് വരും. അത് കാണാൻ നല്ല രസമാണ്. അത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ഞാനിട്ട്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് വെള്ളത്തിൽ, അതിലോട്ടങ്ങ് ഇട്ട് വയ്ക്കുകയാണ്. അതേപോലെ തന്നെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഒരു കായയുടെ തൊലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയുള്ള വെള്ളത്തിൽ അങ്ങ് ഇട്ട് വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ കറ പോകാനും ഒരു കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 കായയുടെ തൊലി ഞാൻ പറഞ്ഞ പോലെ തന്നെ റിമൂവ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഡിവിഷൻസിൽ നമുക്ക് അങ്ങ് വരഞ്ഞു കൊടുക്കാം. നല്ല ഡീപ്പായിട്ട് വരയണം, എന്നാലേ നമുക്ക് തൊലി ഭംഗിയിൽ അങ്ങ് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീതിയുള്ള ഭാഗത്ത് ഒരു വരയും കൂടെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ മൊത്തത്തിൽ 3 കായയുടെയും തൊലി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യണം. നാട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ പൂർണ്ണമായിട്ട് നമുക്കങ്ങ് മനസ്സിൽ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ദുബായിൽ പോയിട്ട് ഈ റെസിപ്പി ചെയ്യാതെ നാട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഒരുപാട് പേർക്ക് ഇതിപ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കാൻ പറ്റും അല്ലേ? എനിക്കെന്തായാലും ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ഞാൻ കുട്ടികളായിട്ട് എല്ലാവരും കൂടിയിട്ട് തലേദിവസം സദ്യയിലിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എൻ്റെ അമ്മായിയൊക്കെ മദ്രാസിലായിരുന്നു, അവർ കുടുംബത്തോടു കൂടി താമസിച്ചത്. അപ്പോൾ അമ്മായിയുടെ മക്കളുടെ കല്യാണമൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ തലേദിവസം അങ്ങനെ കുറേ കല്യാണങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ 3 കായയുടെ തൊലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരിഞ്ഞെടുക്കണം. ഉപ്പുവെള്ളത്തിലോട്ട് തന്നെ അരിഞ്ഞിടേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തലേദിവസം കുതിർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ വൻപയർ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് അങ്ങ് നന്നായി തിളപ്പിച്ചെടുത്തു.
എന്നിട്ട് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പയറ് സോക്ക് ചെയ്തിട്ടുള്ള പയറ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട കാരണമാണ് കേട്ടോ ഈ കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. മാത്രമല്ല പ്രാവശ്യം എനിക്ക് കിട്ടിയ പയറിന് ഒരുപാട് ബ്രൗൺ കളറല്ല, ഒരു വൈറ്റ് കളറുള്ള പയറാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പയറിന് പകരമായിട്ട് വൻപയറിന് പകരമായിട്ട് ചെറുപയർ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് യൂസ് ചെയ്യാം. പക്ഷേ സാധാരണ രീതിയിൽ നമ്മുടെ ക്ലാസിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വൻപയറും കായത്തൊലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അത് ചെയ്യുക. നമുക്കിനി ഇതങ്ങ് ചെറുതായി അങ്ങ് കട്ട് ചെയ്യാം. ഇപ്പോൾ 2-3 കായത്തൊലിയായിട്ട് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നല്ല നൈസായിട്ട് നീളത്തിൽ തന്നെ ഇങ്ങനെ അരിയുക. അങ്ങനെയല്ലേ നമ്മൾ സദ്യക്കൊക്കെ അരിഞ്ഞ് കണ്ടേക്കുന്നത്. ഞാൻ പയറെടുത്തിരിക്കുന്നത് 3/4 കപ്പ് പയറാണ് കേട്ടോ. പയറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കായത്തൊലിയുടെ എണ്ണ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇത് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ നല്ലതാണ്. കായത്തൊലി ഞാൻ മൊത്തത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ കാണിക്കാം. അപ്പോൾ ഈ അരിഞ്ഞ കായത്തൊലി ഞാൻ ഉപ്പ് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കായയുടെ തൊലി മുഴുവനും കട്ട് ചെയ്ത് ഇതേപോലെ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ കായ നിങ്ങൾക്ക് കിട്ടുന്ന ചില കായയുടെ തൊലിയുടെ മുകളിലൊക്കെ ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം റിമൂവ് ചെയ്ത് കളയാൻ മറക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കിതങ്ങ് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലും കുക്ക് ചെയ്യാം, അതല്ല നിങ്ങൾ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്നത് എന്തായാലും കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറായതുകൊണ്ട് ഒരുമിച്ച് തന്നെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവും, കാരണം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത കാരണം എൻ്റെ പയർ ഓൾറെഡി ഒരു ഹാഫ് ഡണ്ണാണ്, പകുതി കുക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പയർ. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു കുക്കർ എടുക്കുക. കുക്കറിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പയറാണോ ഉപയോഗിക്കുന്നത് ആ പയർ ചേർത്ത് കൊടുക്കുക. കുതിർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പയർ ഒരു 3/4 ഭാഗം വേവിച്ചതിന് ശേഷം മാത്രം കായ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കായയുടെ തൊലി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മളെപ്പോഴും സൂക്ഷിച്ചിടുക, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി നന്നായി സോക്ക് ചെയ്തിട്ടുള്ള പയറായതുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 വിസിലൊക്കെ മതിയാവും. അതിലോട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പയറിനനുസരിച്ച് മാറ്റങ്ങൾ വരും കേട്ടോ കുക്കിംഗ് ടൈമിൽ. എൻ്റെ കയ്യിലുള്ള പയർ നന്നായി പെട്ടെന്ന് തന്നെ കുക്കാവുന്ന പയറായതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ 2 വിസിൽ വെച്ച് നോക്കുക. അതിനുശേഷം കുക്കായിട്ടില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ വിസിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കായത്തൊലിയും പയറും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം ചതച്ച മുളക്, നാളികേരം, കറിവേപ്പില, അത്രമാത്രം മതിയാവും വെളിച്ചെണ്ണ. നമുക്കിനി പയറൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വയ്ക്കാം. അതാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, 15 ചെറിയുള്ളി ചതച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ചതച്ച മുളകൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ജോലി കുറച്ചും കൂടെ ഈസി ആവും. 2 അടുപ്പിലുണ്ടെങ്കിൽ 2 അടുപ്പിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കായത്തൊലിയും പയറും റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്കിതിലോട്ട് ചതച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചതച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വറ്റൽമുളക് എടുത്തിട്ട് നന്നായി ചതച്ചെടുത്താലും മതിയാവും. അതെന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് ആഡ് ചെയ്യുക. അപ്പം എൻ്റെ കയ്യിൽ ചതച്ചമുളക് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചതച്ചമുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരല്പം മാത്രം ഉപ്പേ, കാരണം ഓൾറെഡി നമ്മൾ മറ്റേതിൽ ഉപ്പിട്ടിട്ടുണ്ട്. 4 ഉള്ളിക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചതച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റം വരും. മാത്രമല്ല മുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരും. ഇപ്പം ഞാനൊരു 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് പച്ചമുളക് മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടൻ കറികളാണ്. ഞാൻ വെറുതെ കഴിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. 11 മണിയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ഇത് നല്ലതല്ലേ, ശരീരത്തിന് നല്ലതാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ എൻ്റെ മോന് പച്ചക്കായ ഉപ്പേരി വയ്ക്കും. അത് ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെഴുക്ക് പുരട്ടി വയ്ക്കുമ്പോൾ കായയുടെ തൊലി ഇഷ്ടമില്ല, അവൻ മാറ്റി വയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് മാറ്റി വയ്ക്കാൻ നിൽക്കുന്നത്, കായത്തൊലിയും പയറ് വിട്ട് വെച്ച് ഞങ്ങൾക്ക് കഴിക്കാം. അവന് തൊലിയില്ലാത്ത കായ വെച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവനും സന്തോഷമാവും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പോവാറായി, ലീവൊക്കെ കഴിയാറായി, എല്ലാ സുഖം കഴിഞ്ഞു. ഇനി തിരിച്ചു പോയി ബാക്ക് ടു നോർമൽ ആവണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്കൂളൊക്കെ തുറന്ന് 2ാം തീയതി സ്കൂൾ തുറക്കും. ഞങ്ങൾ എത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ
പിള്ളേർക്കും ഒരു ടെൻഷനുണ്ട്. അതാണല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒന്ന് കാര്യങ്ങൾ നടക്കുന്നത്. 25-ാം തീയതി പോകണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയ്ക്ക് നല്ലൊരു റോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്ന വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുത്തോണ്ടിരിക്കാം. അതായത് തേങ്ങ നന്നായിട്ടങ്ങ് റോസ്റ്റ് ആവണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും ഈ തേങ്ങ. ഇവിടെ 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ പയറും കായത്തൊലിയും നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് കുക്കായിട്ടില്ല, എന്നാലും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതങ്ങ് തേങ്ങ ശരിയായി കഴിഞ്ഞാൽ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല റോസ്റ്റ് ആയിട്ടുള്ള സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങയുടെ. ഇതന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുളിമുളകും കുത്തി കഴിച്ചിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു ചമ്മന്തിപ്പൊടി പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ചേർത്ത് കൊടുക്കാം. വെള്ളം ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവർ വെള്ളമൊന്നുമില്ല. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള വെള്ളം വറ്റിച്ച് കളയാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എല്ലാം പരസ്പരം യോജിച്ചു എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. വിട്ടിട്ട് കിടക്കാൻ പാടില്ല. പിന്നെ നമ്മളിത് ചേർത്തിരിക്കുന്ന നാളികേരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളാണ്. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ, എരിവ് നോക്കട്ടെ. എനിക്ക് കറക്റ്റാണ് കേട്ടോ. അടിപൊളിയുണ്ട്. എനിക്ക് ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നു. തികട്ടി വരികയാണ് എനിക്കിത്. അടിപൊളിയുണ്ട്. ഉപ്പ് വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. അത് ചേച്ചി ഉപ്പ് നോക്കി മതി അല്ലേ? അപ്പോൾ കറക്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ കായത്തൊലിയും പയറും റെഡി മണിയായിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണിത്. പ്രത്യേകിച്ച് സീക്രട്ടൊന്നുമല്ല. എന്താ ചെയ്യേണ്ടത്? ഫൈനലി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം വെളിച്ചെണ്ണ അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങ് സെർവ് ചെയ്യാം. ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മുടെ കറിക്ക്. പുഴുക്കെന്ന് പറഞ്ഞാൽ മതി. ഇതിന് തോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ തല്ലും. അപ്പോൾ നമുക്ക് പുഴുക്കെന്ന് പേര് കൊടുക്കാം. പുഴുക്ക് പോലെ കുറച്ച് കുഴഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ നാടൻ നൊസ്റ്റാൾജിക് കായത്തൊലിയും പയറും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അമ്മ VK ശോധരാന്ന് എഴുതി. കുറേ നാളായില്ലേ VK ശോധരാന്നൊക്കെ എഴുതിയിട്ട്? വെരി ഗുഡ്. ഓ വാവ്. ഡോക്ടർ വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ്. എന്നിട്ടാണ് പിന്നെ പിന്നെ സൈൻ ചെയ്യാണ്ട് കൊടുത്തത്. ഇന്നിപ്പോ കൈ കൊണ്ട് നമ്മൾ തമ്പ് ഇംപ്രഷനല്ലേ വെച്ചത് പെൻഷൻ വന്നപ്പോ. ചേട്ടന് അറിയില്ലല്ലോ അമ്മ ഇപ്പൊ സൈൻ ചെയ്യുന്നുള്ള കാര്യം. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടാ. ഓക്കെ. തരംഗമായ കുക്കിംഗ് റെസിപ്പീസ് ലോകമെങ്ങും രുചിയുടെ പുത്തൻ അനുഭൂതികൾ വിതറുമ്പോൾ ദുബായിലിരുന്ന് സംതൃപ്തിയോടെ മന്ദഹസിക്കുകയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ വീണ ജാൻ എന്ന വീട്ടമ്മ. നീ വായിച്ചു കഴിഞ്ഞാ? ഇവിടെ ഉണ്ട്, കുറെ ഉണ്ട്. വായിക്കും ഇവിടെ.